തായ്ക്കൊണ്ടോ മത്സരത്തിനിടെ നിയമം തെറ്റിച്ച് പ്രഹരം നൽകിയതിനു പിന്നാലെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ കുടുംബം കോടതിയിലേക്ക്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി അബ്ദുൽ ജലാലിന്റെ കുടുംബമാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സംഘാടകർക്കും റഫറിക്കും എതിരാളിക്കും പരിശീലകനുമെതിരെ കേസ് എടുക്കണമെന്നാണ് ആവശ്യം. ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ നടന്ന CBSE സൗത്ത് സോൺ മത്സരത്തിനിടെ പരിക്കേറ്റ ഫായിസ് അബ്ദുൽ ജലാൽ വെന്റിലേറ്ററിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, മത്സരത്തിനിടയിൽ സംഭവിച്ചു പോയതല്ലേ, അതിനകത്ത് ഒരു കുറ്റകൃത്യത്തിന്റെ അംശമുണ്ടോ? ചട്ടം ലംഘിച്ചുള്ള കിക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് ആ വിഷ്വൽസ് ഉണ്ട്, ആ വിഷ്വൽസ് ഒന്ന് കാണിക്കാവുന്നതാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അർജുൻ മട്ടന്നൂർ, കുടുംബം കോടതിയെ സമീപിക്കാൻ പോവുകയാണോ? ഡോക്ടർ അരുൺകുമാർ, ഈ മാസം 3-ാം തീയതിയാണ് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ വെച്ച് ദാരുണമായ സംഭവം ഉണ്ടായത്. CBSE തൈക്കാണ്ടോ സൗത്ത് സോൺ മത്സരത്തിനിടെയാണ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 18 വയസ്സുള്ള ഫായിസ് അബ്ദുൽ ജലാൽ എന്ന വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ കുടുംബം പറയുന്നത് ഇത്തരത്തിൽ അടിമുടി നിയമലംഘനമാണ് ആ മത്സരത്തിനിടെ നടന്നത് എന്നതാണ്. അതായത് ആദ്യം ഈ എതിരാളി ഈ ഫായിസിന്റെ അടിവയറ്റിൽ ചവിട്ടുന്നുണ്ട്, അത് നിയമം ലംഘിച്ചുകൊണ്ടാണ്. അപ്പോൾ തന്നെ റഫറി ഫൗൾ വിളിക്കേണ്ടതാണ്. മാത്രവുമല്ല, കളി നിർത്തിവെക്കണം എന്ന സിഗ്നൽ ഫായിസ് റഫറിക്ക് നൽകുന്നുണ്ട്. പക്ഷേ റഫറി ഫൗൾ വിളിക്കുന്നില്ല. അതിന് പിന്നാലെ ഈ കളിക്കളത്തിൽ നിന്ന് പുറത്തേക്ക് ഫായിസ് നീങ്ങുകയാണ്. അതിനിടെയാണ് അപ്രതീക്ഷിതമായി എതിരാളി കാലുകൊണ്ട് വീണ്ടും തലയിലേക്ക് ചവിട്ടുന്നത്. ഉടൻ തന്നെ ഈ ഫായിസ് താഴെ വീഴുകയാണ്. തല തറയിലിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ ഫായിസ് ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. എയർലിഫ്റ്റ് ചെയ്താണ് മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചത്. എന്തായാലും നിയമപോരാട്ടം തുടങ്ങാൻ പോവുകയാണ് ഈ കുടുംബം. ഇതിൽ പ്രധാനമായും പറയുന്നത് ആ വേദി ഇത്തരത്തിൽ സിമന്റ് തറയാണ് അവിടെ ഒരുക്കിയത്. അതിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റഫറി ഈ നിയമം ലംഘിച്ചുകൊണ്ട്, അതായത് തൈക്കൊണ്ടോ ഫെഡറേഷന്റെയും CBSEയുടെയും നിയമം ലംഘിച്ചുകൊണ്ടാണ് റഫറി പ്രവർത്തിച്ചത്. അത്തരത്തിൽ ഫൗൾ വിളിക്കേണ്ട സമയത്ത് റഫറി ഫൗൾ വിളിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ അടിയന്തരമായി എടുക്കേണ്ട നടപടികൾ പോലും സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ എതിരാളിയായ വിദ്യാർത്ഥിയും അതോടൊപ്പം തന്നെ എതിരാളിയുടെ പരിശീലകനെതിരെയും ക്രിമിനൽ കേസെടുക്കണം എന്ന ആവശ്യം കൂടി ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നഷ്ടപരിഹാരം വേണം, സമഗ്ര അന്വേഷണം വേണം, അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസെടുത്ത് ഈ അന്വേഷണം നടത്തണം എന്ന ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഫായിസിന്റെ കുടുംബം. അതേസമയം ഫായിസിന്റെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇപ്പോഴും മാസ്റ്റർ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്, അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. CBSE ചെയർമാൻ അടക്കം നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു മറുപടിയും CBSEയുടെ ഭാഗത്തുനിന്ന് ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. വീണ്ടും CBSE ചെയർമാന് കത്തയക്കാൻ ഒരുങ്ങുകയാണ് ഫായിസിന്റെ കുടുംബം. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. എന്താ പറയുക, ഇത്തരം മാർഷൽ ആർട്സിൻ്റെ ഒക്കെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ചെറിയ കാര്യമല്ലല്ലോ.